ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. മാനവരാശിയുടെ സ്വത്വബോധത്തിന്റെ അതിരുകൾ സാമാന്യ ജനത്തിന്റെ പരിധികൾക്കപ്പുറത്തേക്ക് വിപുലീകരിച്ച മഹാദാർശനികൻ മഹാഗുരു ശ്രീനാരായണദേവൻ. മഹാഗുരു മലയാളക്കരയുടെ സ്വന്തമാണെന്ന് തോന്നുമ്പോഴും മലയാളത്തിന്റെ പരിധികൾ ഭേദിച്ച് ലോകത്തിന് സ്വന്തമാകുന്ന വിശാലതയിലേക്ക് ഗുരുവിന്റെ ദർശനം, ഗുരുമഹിമ ലോകം രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്നു. കേരളത്തിലെ അക്കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതി ഒരു ഭ്രാന്താലയമാണെന്ന ദുഷ്പേരിനെ ഉടച്ചു വാർക്കുവാൻ ശ്രീനാരായണ ഗുരുവെന്ന അധ്യാത്മ സൂര്യ തേജസ്സിന് ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് സാധിച്ചു. ഭൗതികമായും ആധ്യാത്മികമായുമുള്ള ഉയർച്ചയെ ഒരേ ചരടിൽ കോർത്തിണക്കി ജനസമൂഹത്തെ ഉണർത്തി ഉയർത്തി. അങ്ങനെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയർന്നു വിരാജിക്കുന്ന ഗുരു സാമീപ്യമുള്ള പുണ്യസ്ഥലങ്ങളിലെല്ലാം ഗുരുപ്രഭാവം നിറഞ്ഞു നിൽക്കുന്നു. അതാണ് നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിന്റെ മഹത്വം. മഹാഗുരുവിന്റെ മഹാസമാധി മണ്ഡപം എത്രത്തോളം പുണ്യസ്ഥലമായി നാം അനുഭവിച്ചറിയുന്നതുപോലെ നമുക്ക് ചേർത്ത് പിടിക്കാവുന്ന സൗഭാഗ്യങ്ങളുടെ ഒരു നേർചിത്രമാണ് നാഗമ്പട ക്ഷേത്രവും ഗുരു സാമീപ്യവും. ഗുരുവിന്റെ സാന്നിധ്യത്തിൽ അനുഗ്രഹത്തോടെ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് നാഗമ്പടം ക്ഷേത്രം. പിന്നീട് ആ മഹാഗുരുവിനെ ക്ഷേത്രം നിർമ്മിച്ചും ഗുരുവിനെ പ്രതിഷ്ഠിച്ചും ആരാധിക്കുന്നതുമായ പരിപാവനമായ പുണ്യഭൂമി. ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയ മഹാഗുരുവിനും ഭക്തർക്കും തണലായും സാക്ഷിയായി നിന്ന തേന്മാവ്. ഇന്നും അനേകം ഭക്തർക്ക് തണലേകി നിൽക്കുന്ന തേന്മാവ്. ഗുരുവിനെ അറിഞ്ഞ ഗുരുസേവ ചെയ്ത വത്സല ശിഷ്യൻ കുമാരനാശാൻ ഗുരുവിന്റെ ചൈതന്യം അനുഭവിച്ചറിഞ്ഞ ഗുരുവിന്റെ മഹത് വചനങ്ങൾക്ക് കാതോർത്തിരുന്ന് അതൊക്കെ നടപ്പാക്കിയിരുന്ന മഹാകവി കുമാരനാശാന്റെ കാലശേഷം കുമാരനാശാന് ആദ്യമായി സ്മാരക മന്ദിരം പണിതതും ഇവിടെയാണ്. ഗുരു കർമ്മകാണ്ഡത്തിൽ ലയിച്ചിരുന്നപ്പോൾ തന്നെ ഭജന മഠം സ്ഥാപിച്ച് ഗുരുവിനെ ആരാധിച്ചിരുന്ന ഇടവും ഈ നാഗമ്പടം ക്ഷേത്രമാണ്. ധന്യമീ നാഗമ്പട ക്ഷേത്ര ദർശനം. ഗുരുവിന്റെ അരുമ ശിഷ്യനായ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾക്ക് ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയതും ഇവിടെയാണ്. ബോധാനന്ദ സ്വാമികളെയും ആരാധിക്കാൻ സ്ഥാനം മാറ്റിവെച്ചതും ഈ ക്ഷേത്രമുറ്റത്താണ്. ഗുരുവിന്റെ പ്രതിഷ്ഠാമൂർത്തികളൊക്കെയും പല ദേവതാ സങ്കല്പത്തിലാണെങ്കിലും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും ചേർത്തു പിടിക്കുന്ന ഗുരുവിന്റെ ആധ്യാത്മിക മഹത്വത്തിൽ നിന്നും മുളച്ചു പൊന്തി പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ് ഇന്ന് കാണുന്ന നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച മഹത് വ്യക്തിത്വങ്ങൾക്കും ഗുരുഭക്തർക്കും പ്രണാമം.